അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരുടെ ക്ഷേമത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ബേക്കറിയിൽ നിന്ന് കഴിച്ച ഒരു കേക്കാണ്. അതേപോലെ ഞാനൊന്ന് വീട്ടിലുണ്ടാക്കി. ലണ്ടൻ മിൽക്ക് കേക്ക് എന്നാണ് ഇതിന് ഒരു പേര് പറഞ്ഞത്. നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. പിന്നെ ആ ഒരു പീസ് കേക്കിന് മാത്രം 120 റുപ്പീസാണ്. ഞാൻ 4 മുട്ട ബീറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒന്ന് ബീറ്റ് ചെയ്ത് വരുന്നതിന് ഒപ്പം തന്നെ നമുക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാരയിലൊന്ന് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വായിലിട്ടാൽ അലിഞ്ഞ് പോകുമ്പോഴുള്ളൊരു കേക്കാണ്. ആ മുട്ടേൻ്റെ സ്മെല്ലൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി ഏലക്കായ്പ്പൊടിയോ അല്ലെങ്കിൽ വനില എസൻസ് ഒരു തുള്ളി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 40 ഗ്രാമോളം ഓയിൽ, റൈസ് ബ്രാൻ ഓയിലില്ല, അതുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 200 ഗ്രാം മൈദപ്പൊടി, 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ വേണ്ട, പൗഡർ മതി. അത് ചേർത്തിട്ട് 1-2 തവണ അരിച്ചെടുക്കുക. മൈദപ്പൊടി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരേ സൈഡിലേക്ക് അധികം പ്രസ് ചെയ്യാണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. മുഴുവനായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതധികം സ്പീഡൊന്നുമില്ല, സ്പീഡാക്കി എടുത്തതാണ്. ഞാൻ ഏറ്റവും മെല്ലെ സ്ലോയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ഒട്ടും കട്ട കുത്താണ്ട് തന്നെ ചെയ്തിട്ടെടുക്കുക. ഞാനൊരു സ്റ്റീലിൻ്റെ ബോണിയില്ല, ആ ബോണിയിൽ ആണ് ഇത് കേക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത്. നമ്മൾ പിന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നിട്ട് അതേപോലെ തന്നെ അത് താഴോട്ടും പോവും, പിന്നെ കല്ലിച്ച് പോവും. അതുകൊണ്ടാണ് ഒരേ സൈഡിൽ മെല്ലെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. ഞാൻ ഈ സ്റ്റീലിൻ്റെ ബോണിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അത് തടവി കൊടുത്ത് അതിൽ ലേശം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് തടവി എടുക്കുക. എന്നിട്ട് അതിലൊഴിച്ച് കൊടുക്കുക. ഒരു 20-25 മിനിറ്റ് ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി ബേക്ക് ചെയ്തിട്ട് എടുക്കുക. തണുപ്പ് പിടിച്ചിട്ടുണ്ട്, അപ്പോൾ ഒച്ച സൗണ്ട് പെട്ടെന്ന് പുറത്ത് വരുന്നില്ല. ഒരു ഗ്ലാസ് നിറയെ പിന്നീട് പാൽപ്പൊടിയില്ലേ, അതെടുക്കുക. പിന്നെ അതിൻ്റെ നേരെ പകുതി പഞ്ചസാര എടുക്കുക. ഒരു ഗ്ലാസ് ഫുള്ളായിട്ട്, എല്ലാം ഒരേ അളവ് ഗ്ലാസ് ആയിരിക്കണം. ആ ഗ്ലാസ് ഫുള്ളായിട്ട് പച്ചവെള്ളം എടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് കലക്കി യോജിപ്പിച്ചെടുക്കുക. ഒട്ടും കട്ട കുത്തറ്. എന്നിട്ടൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് ടൈറ്റായി വരുന്ന സമയത്ത് ഇറക്കി വെക്കുക. ഒരു നുള്ളു ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയെടുത്തതാണ്. നിഡോ പൗഡർ കൊണ്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയെടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. കേക്ക് ഞാൻ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞതാണ്. അതിൻ്റെ മേലെ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് ക്രീം നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇത് ലെയറാക്കിയിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ട. ഞാനതിൻ്റെ ഒരു ഭാഗം പൊങ്ങി വന്നൊരു ഭാഗം ഉണ്ടായിരുന്നു, മേൽഭാഗം, അത് മാത്രം ഒന്ന് മുറിച്ച് മാറ്റിയതാണ്. മേൽഭാഗം മാത്രം നമ്മൾ ക്രീം വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. സൈഡിൽ അതുപോലെ തന്നെ നിന്നോട്ടെ. പിന്നെ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കുക. ഈ ക്രീമൊന്ന് ഉറച്ച് കിട്ടണ്ടേ, അതിനൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് പിസ്ത അണ്ടിപ്പരിപ്പ് നുറുക്കി ഇട്ട് കൊടുക്കുക. നല്ലപോലെ തണിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഒത്തിരി തണുപ്പ് വേണം, എന്നാലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സൂപ്പർ ടേസ്റ്റിയാണ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.